നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് മേരാ ദോസ്ത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കെ അമേരിക്കയിൽ അധികാരത്തിലിരിക്കുമ്പോൾ ട്രംപിൻ്റെ ബിസിനസ്സുകൾക്ക് കുറഞ്ഞത് $7.8 മില്യൺ നിക്ഷേപം ലഭിച്ചുവെന്ന് ജനുവരി 4-ന് US ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പേയ്മെൻറ്റുകൾ നടത്തിയ 20 രാജ്യങ്ങളിൽ 5-മതാണ് ഇന്ത്യയുടെ സ്ഥാനം. 2017 മുതൽ 2020 വരെ ന്യൂയോർക്കിലെ ട്രംപ് വേൾഡ് ടവറിലും വാഷിംഗ്ടൺ DC-യിലെ ട്രംപ് ഇൻ്റർനാഷണൽ ഹോട്ടലിലുമായി ഇന്ത്യ മൊത്തം $2,82,764 ചെലവഴിച്ചതായി വൈറ്റ് ഹൗസ് ഫോർ സെയിൽ, പ്രിൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രീമിയേഴ്സ് എന്നിവർ പ്രസിഡന്റ് ട്രംപിന് പണം നൽകിയത് എങ്ങനെ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2017 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ട്രംപിനും കുടുംബത്തിനും നൽകിയ വിദേശ പണത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ പേയ്മെൻറ്റുകളെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 2017 മുതൽ 2020 വരെ UN-ലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം ദൗത്യം ട്രംപ് വേൾഡ് ടവറിലേക്കുള്ള വിഹിതമായി $2,64,184 അനുവദിച്ചതായി കണ്ടെത്തി. UN ആസ്ഥാനത്തിൻ്റെ എതിർവശത്താണ് ട്രംപ് വേൾഡ് ടവർ സ്ഥിതി ചെയ്യുന്നത്. 2004-ൽ ഇന്ത്യ ട്രംപ് ടവറിൽ ഒരു യൂണിറ്റ് വാങ്ങി ഇന്ത്യയുടെ സ്ഥിരം അംബാസഡറുടെ ഔദ്യോഗിക വസതിയാക്കി. ടർട്ടിൽ ബേയിലെ ട്രംപ് വേൾഡ് ടവറിൽ 2 യൂണിറ്റുകൾക്കായി 2018-ൽ ഇന്ത്യ $66,046 ചെലവഴിച്ചതായി ട്രംപിൻ്റെ അക്കൗണ്ടിംഗ് സ്ഥാപനമായ മസാസ് സമ്മതിച്ചു. ട്രംപിൻ്റെ ഭരണത്തിൻ്റെ 4 വർഷത്തിനിടയിൽ മൊത്തം $2,64,184 നൽകിയ ഈ കണക്കിൻ്റെ ബാക്കി ഭാഗം കൂടി പുറത്തു വന്നാൽ സംഖ്യ ഇതിലൊന്നും നിൽക്കില്ലെന്ന് ചുരുക്കം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയനുസരിച്ച് 2017 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യൻ നയതന്ത്രജ്ഞർ താമസിച്ചിരുന്ന 3 വ്യത്യസ്ത താമസങ്ങൾക്കായി വാഷിംഗ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസി $18,500 ചെലവഴിച്ചുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ദക്ഷിണേഷ്യൻ മേഖലയിൽ അമേരിക്കയ്ക്ക് പുറത്ത് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള ബിസിനസ് പ്രൊജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണെന്ന് റിപ്പോർട്ട് കണ്ടെത്തി. മുൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഇന്ത്യയിലെ നിരവധി വിദേശ ബിസിനസ് പ്രതിബന്ധങ്ങൾ വിദേശ നയത്തിൽ വരുത്തിയ മാറ്റങ്ങളിലൂടെ മറികടന്നും സ്വന്തം താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വ്യക്തമായ വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന് ഡെമോക്രാറ്റുകളുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സവിശേഷമായ ഊഷ്മള ബന്ധത്തിന് തൻ്റെ ബിസിനസ് സംരംഭങ്ങളിലൂടെയാണ് ട്രംപ് അടിത്തറയിട്ടതെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ട്രംപ് പ്രസിഡന്റായിരിക്കെ പ്രധാനമന്ത്രി മോദി വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് എനിക്ക് വളരെ ഊഷ്മളമായ ബന്ധങ്ങൾ നിറഞ്ഞ സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് വെറുതെയല്ല. 2014 ഓഗസ്റ്റിൽ മോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഒരു പദ്ധതിയുടെ പ്രചാരണത്തിനായി ട്രംപ് ഇന്ത്യ സന്ദർശിച്ചു. അന്ന് ഒപ്പം പങ്കെടുത്ത BJP നേതാവും നിലവിൽ മഹാരാഷ്ട്ര ക്യാബിനറ്റ് മന്ത്രിയുമായ മംഗൾ പ്രഭാത് ലോധ ട്രംപിൻ്റെ ബിസിനസ്സിൽ പങ്കാളിയായിരുന്നു. 2013-ൽ ലോധയുടെ നിരവധി കമ്പനികൾ അഴിമതിക്കും നികുതി വെട്ടിപ്പിനുമായി ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ട്രംപിൻ്റെ മുംബൈ ടവർ ഇടപാടുമായി ബന്ധപ്പെട്ടും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണഭാഗം പുറത്തു വന്നാൽ മോദി ട്രംപ് ബന്ധത്തിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.